മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ജയിലിൽ അടക്കപ്പെട്ട കന്യാസ്ത്രീകളും കുടുംബവും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. കേസുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചതായി കന്യാസ്ത്രീകളുടെ കുടുംബം അറിയിച്ചു. ഞങ്ങളുടെ ആശങ്ക രാജീവ്ജിയായിട്ട് ഞങ്ങൾ പങ്കുവച്ചു. കാരണം ഇനിയുള്ള കേസിൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെ ടെൻഷനും എല്ലാം അദ്ദേഹമായിട്ടൊന്ന് പങ്കുവച്ചു. അദ്ദേഹത്തിനെ ഒന്ന് കാണണം, ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് നന്ദി പറയണം. ജയിൽ മോചനം തുടർന്നുള്ള കേസുകളൊക്കെ റദ്ദ് ചെയ്യാനൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബി.ജെ.പി. കന്യാസ്ത്രീകൾക്കൊപ്പമാണെന്നും കേസിൽ കന്യാസ്ത്രീകൾക്ക് എല്ലാ സഹായവും നൽകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അച്യുതൻ, ഈ പറയുന്ന തെളിവുകളുടെ അഭാവത്തിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിൽ ജാമ്യം കിട്ടി. അതിനപ്പുറത്തേക്ക് അവരുടെ ആവശ്യം എഫ്ഐആർ ക്വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നുണ്ടോ? കേസ് റദ്ദാക്കുന്ന നടപടികൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടോ? എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച? സുഹേൽ, ഈ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഒരു താൽക്കാലിക മോചനമാണ്. കേസ് ഇപ്പോഴും രജിസ്റ്റർ ചെയ്ത കേസ് അത് റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. എന്തായാലും ആ ആശങ്ക നേരിട്ട് അറിയിക്കുവാൻ തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഡൽഹിയിലെ വസതിയിൽ കന്യാസ്ത്രീകളും ഒപ്പം അവരുടെ ബന്ധുക്കളും എത്തി ആശങ്ക അറിയിച്ചത്. ഈ കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കന്യാസ്ത്രീകളുടെ ബന്ധു ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം അറിയിച്ചത് നിലവിലെ കേസുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തിരികെ മറുപടിയെ ലഭിച്ചത് ഇതിൻ്റെ എല്ലാ നാൾവഴികളിലും തങ്ങളൊപ്പം ഉണ്ടാകും എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ അവർക്ക് വാഗ്ദാനമായി നൽകിയിരിക്കുന്നത്. NIA കോർട്ടിലേക്ക് കേസ് മാറ്റിയതിൽ ആശങ്കയുണ്ട് എന്നതും ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും തുടർ നടപടികൾ എന്താകും എന്നത് തന്നെയാണ് ഇക്കാര്യത്തിലെ നിർണായകമായ കാര്യം. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി.ജെ.പി. നേതാവ് അനൂപ് ആന്റണിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. കേസിന്റെ എല്ലാ നാൾവഴികളിലും ബി.ജെ.പി. ഒപ്പമുണ്ടാകും എന്ന വാഗ്ദാനമാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്നും ഈ കാര്യത്തിലൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ജാതിയോ മതമോ നോക്കിയല്ല മലയാളി എന്ന നിലയിലാണ് സഹായിച്ചത് എന്ന് പറയുന്നു. പക്ഷേ നിർണായകം കേസ് റദ്ദാക്കുമോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം നേരിട്ട ആ കുട്ടികൾ, പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ ഇതുവരെയും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ആ പരാതിയിൽ ഒരു തരിമിന് പോലും ഒരു നടപടിയിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ അതിലിനി എന്താണ് എന്നതും ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. എന്തായാലും കേസ് റദ്ദാക്കുമോ എന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. സുഹൈൽ, ഈ കൂടിക്കാഴ്ച നല്ല കാര്യം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ചെയ്യാത്ത തെറ്റിനെടുത്ത എഫ്ഐആർ കോഷ് ചെയ്യുമോ? അതിനപ്പുറത്തേക്ക് ഇവരെ ദ്രോഹിച്ച, ഇവരെ മാൻഹാൻഡിലിന് ശ്രമിച്ച, ആക്രമിക്കാൻ ശ്രമിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഇതുവരെ കേസെടുത്തില്ല. അവർക്കെതിരെ കേസ് ഉണ്ടാകുമോ? നടക്കുമുള്ള കാര്യങ്ങളാണ് ആകാംക്ഷയുള്ളത്.